നമസ്കാരം, അംബുജിയ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാചകൻ നബി തിരുമേനിയുടെ ജന്മദിനം. മഹല്ലുകളിൽ നബിദിന റാലികളും മൗലീദ് പാരായണവും. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയുടെ ഉദ്ഘാടനം മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. പെരുങ്ങോട്ടുകരയിൽ വിവിധ മഹല്ല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദർശ സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മഹല്ലുകളിൽ നബിദിന റാലികളും മൗലീദ് പാരായണവും അന്നദാനവും ബൈക്ക് റാലിയും സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ റാലികളിൽ അണിനിരന്നു. അന്തിക്കാട് ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന നബിദിന റാലി അന്തിക്കാട് SI C പ്രേമാനന്ദ കൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ASI ബാബു മുരളീധരൻ, CPM അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി AV ശ്രീവത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹല്ല് ഖത്തീബ് ബഷീർ സക്കാഫി, സംഘാടക സമിതി ഭാരവാഹികളായ നൌഫൽ സക്കാഫി, PK മുഹമ്മദ് റാഫി, AA നാസർ, മഹല്ല് പ്രസിഡന്റ് KV അബ്ദുൽ സലാം ഹാജി, ജോയിന്റ് സെക്രട്ടറി KM മുത്തു എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കണ്ടശാങ്കടവ് ബോട്ട് ജെട്ടി കേരള ജലസേചന വകുപ്പിന് ഫീസ് ഈടാക്കി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടമായി മാറി. പ്രാദേശിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ബോട്ട് ജെട്ടിയുടെ ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ മൂലം പെയ്ഡ് പാർക്ക് ഏരിയ ആയി മാറിയത്. ബോട്ട് ജെട്ടിയുടെ ഭാഗമായി നിർമ്മിച്ച പാർശ്വഭിത്തികളും തകർന്ന നിലയിലാണ്. ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലമായതിനാൽ ഗ്രാമപഞ്ചായത്തിന് ഇടപെടാൻ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഗ്രാമപഞ്ചായത്തിന് ബന്ധപ്പെട്ട ഭൂമിയും ബന്ധപ്പെട്ട അനുബന്ധ വസ്തുവകകളും വിട്ടുകൊടുത്താൽ ബോട്ട് ജെട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്നും മാറ്റം ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. അന്തിക്കാട് BRC തല ഇംഗ്ലീഷ് ഫസ്റ്റ് ലാർജസ്റ്റിന് ജനുവരി 29-30 തീയതികളിൽ പുത്തൻപേടിക GLPSൽ വെച്ച് നടക്കുമെന്ന് അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TI ചാക്കോ, BPO VV സാജൻ, CI ഔസേബ്, പ്രസി ടീച്ചർ എന്നിവർ അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്തിക്കാട് BRCയുടെ പരിധിയിൽ വരുന്ന LP UP വിദ്യാലയങ്ങളിലെ പ്രതിഭകളായ കുട്ടികളാണ് ഇംഗ്ലീഷ് കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. കുട്ടികൾ തയ്യാറാക്കിയ ഇംഗ്ലീഷ് ലഘുനാടകങ്ങൾ, നൃത്താവിഷ്കാരങ്ങൾ, വാർത്താവതരണം, ഭാഷാക്കേടുകൾ എന്നിവയോടൊപ്പം തന്നെ കുട്ടികൾ രൂപം നൽകിയ മാഗസിനുകൾ, കയ്യെഴുത്തു മാസികകൾ, ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിവയുടെ പ്രകാശനവും ഇവിടെ വെച്ച് നടക്കുകയാണ്. ഇതിൻ്റെ അധ്യാപകർക്കുള്ള പരിശീലനം മാസത്തോടെ എല്ലാ വിദ്യാലയങ്ങളും സ്കൂൾ തല ഇംഗ്ലീഷ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജനുവരി ആദ്യ വാരം 4 പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തല ഇംഗ്ലീഷ് ഫസ്റ്റ് പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഈ ജനുവരി 29-30 തീയതികളിൽ ഇതിൻ്റെ 4 പഞ്ചായത്തുകളുടെയും ഒരു ഏകോപനം എന്ന നിലയ്ക്ക് നടത്തി. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാ വിദ്യാലയങ്ങളും സ്വന്തമായിട്ട് മാഗസിനുകൾ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഇറക്കി. IT സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ എഴുതിയ ഇംഗ്ലീഷ് കഥകൾ, കവിതകൾ ഉൾപ്പെടുത്തിയതാണ് മാഗസിൻ. ഇതിൻ്റെ ഒരു പ്രദർശനം ഈ ഇംഗ്ലീഷ് ഫെസ്റ്റിൽ ഉണ്ടായിരുന്നു.
4 പഞ്ചായത്തുകൾ ഇറക്കുന്ന അച്ചടിച്ച പ്രസിദ്ധീകരണമുണ്ട്. ഓരോന്നിനും ഞങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പേരാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ബ്രീസ്, രണ്ടാമത്തെ സ്ട്രീം, വാലി, മെട്ടോ. വിദ്യാലയങ്ങളിലെ പ്രതിഭകളായ കുട്ടികളാണ് ഇംഗ്ലീഷ് കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. ഇംഗ്ലീഷ് ലഘുനാടകങ്ങൾ, നൃത്താവിഷ്കാരങ്ങൾ, വാർത്താവതരണം, ഭാഷാ കേളികൾ എന്നിവയോടൊപ്പം കുട്ടികൾ രൂപം നൽകിയ ഈ മാഗസിനുകൾ, കയ്യെഴുത്ത് മാസികകൾ, ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങളും മത്സരത്തോടൊപ്പം ഉണ്ടായിരിക്കും. പെരിങ്ങോട്ടുകര വടക്കുമുറി പാണ്ടാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റം മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ കളങ്ങൾ നടന്നു. മുത്തപ്പൻ, വീരഭദ്രൻ, ഹനുമാൻ സ്വാമി എന്നിവർക്കാണ് കളം നടന്നത്. വൈകിട്ട് കാരിക്കേച്ചർ ഷോയും ഉണ്ടായി. വലപ്പാട് ചരുവിൽ അന്നപൂർണേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം നടന്നു. ബ്രഹ്മശ്രീ CK നാരായണൻകുട്ടി തന്ത്രികളുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും നടന്നു. ഉച്ചയ്ക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ ചെണ്ടമേളവും മുണ്ടത്തിക്കോട് കണ്ണന്മാരാരുടെ പഞ്ചവാദ്യവും ഉണ്ടായി. വലപ്പാട് ജൂനിയേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് മധ്യ കേരള വോളിബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. CD ആന്റണി സ്മാരക വിന്നേഴ്സ് ക്യാഷ് അവാർഡിനും മണപ്പള്ളി ശേഖരൻ റണ്ണേഴ്സ് ക്യാഷ് അവാർഡിനും വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. Turn to Arvind, 10-9, 10
9. Point evergreen. 13-10. 13-10. ഗീതാ ഗോപി MLA മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ അധ്യക്ഷനായി. EK തോമസ് മാസ്റ്റർ മുഖ്യാതിഥിയായി. ഉദ്ഘാടന മത്സരത്തിൽ എവർഗ്രീൻ 3 പീടിക വാലി സ്റ്റിക്കേഴ്സ് ഇരിങ്ങാലക്കുടയുമായി ഏറ്റുമുട്ടി. കാരളം സിറാജ് നഗർ, പൊഞ്ഞനം, കാട്ടൂർ, നെടുമ്പുര, എടത്തിരുത്തി, ഇല്ലിക്കാട് മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും ബൈക്ക് റാലിയും മൗലിദ് പാരായണവും നടന്നു. ഒരു ജനതയെ അചഞ്ചലമായ തൗഹീദിന്റെ ആർജവമുള്ള അനുഗ്രഹമാക്കി മാറ്റിയ വിശ്വവിഭാഗങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1487-ാം ജന്മദിനം Ya Rasul salam alaikum, ya Habib salam alaikum, salawatullah alaikum. കാട്ടാളനായ കാട്ടറബിയെ പരിഷ്കാരത്തിന്റെ സാമ്രാജ്യമായി മാറ്റിയ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും വഴിത്താരയിലേക്ക് കൈപിടിച്ചു നിർത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1487-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ശാശ്വതമായ പരിഹാരം കാണാനും ഈ ലോകത്ത് സന്തോഷവും സമാധാനം പുനഃസ്ഥാപിക്കാൻ മുഹമ്മദ് മുസ്തഫയെ കൊണ്ട് കഴിയുമായിരുന്നെന്ന് ജോർജ് ബെർണാഡ് ഷാ പറയുമ്പോൾ ലാമാർട്ടിൻ പറയുന്നു, മനുഷ്യ മഹത്വത്തിന്റെ എല്ലാ മാനദണ്ഡം വെച്ച് നോക്കിയാലും മുഹമ്മദിനെക്കാളും മഹാനായ ഒരു വ്യക്തി ലോകത്തില്ല എന്ന് മൈക്കിൾ ജിഹാദ് പറഞ്ഞില്ലെങ്കിലും ലാമാർട്ടിൻ പറഞ്ഞില്ലെങ്കിലും ബെർണാഡ് ഷാ പറഞ്ഞില്ലെങ്കിലും